ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിലേക്ക് വൈറലായ ഒരു ഡ്രീം കേക്കാണ്. ഗൈസ്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കേക്ക്. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കി കൊടുത്ത് സർപ്രൈസ് ചെയ്യിപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് യൂട്യൂബിലേക്ക് കാണിക്കുന്നത് തന്നെ ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ടാണ് എടുക്കുന്നത്. ഓറിയോ ബിസ്ക്കറ്റ് ഇതുപോലെ മുറിച്ച് മിക്സിക്കകത്ത് ജാറിൽ ഇടുക. നന്നായിട്ട് ഇങ്ങനെ മുറിച്ചിടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും. അതിനുശേഷം കുറച്ച് പഞ്ചസാര, കുറച്ച് പാല്, ഒരു നുള്ളു ബേക്കിംഗ് പൗഡർ ഇത്രയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിടുക. നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് നമ്മുടെ ഫസ്റ്റ് ലെയറായിട്ട് വെക്കുക. അതിനുശേഷം ഫസ്റ്റ് ലെയറിനാണ് ഇത് ഉപയോഗിക്കുക. അതിനുശേഷം ഇച്ചിരി അടുപ്പ് കത്തിച്ച് ഒരു പാനിനകത്തോട്ട് ഇത് ഇറക്കി വെച്ചിട്ട് വേവിക്കുക ഗൈസ്. പക്ഷേ ഇത് വെന്തില്ല. എനിക്കിങ്ങനെയാണ് കിട്ടിയത്. കുറേ നേരം വെച്ച് 10-20 മിനിറ്റ് വെച്ചിരുന്നു. എന്നാലും എനിക്കിങ്ങനെ കിട്ടി. പിന്നെ എന്നാലും നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് അല്ലേ, നമുക്ക് കഴിക്കാമല്ലോ, കുഴപ്പമില്ല, കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിനായിട്ട് പിന്നെ അടുത്ത ലെയർ ഉണ്ടാക്കാൻ വേണ്ടി മിൽക്കി ബാറും ഡയറി മിൽക്കും കൂടെ മെൽറ്റാക്കാൻ വേണ്ടി ഇതുപോലെ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ചു. വെള്ളം ആടി വെച്ചിട്ട് ഇതുപോലെ തിളപ്പിച്ചു. അപ്പോൾ ഒന്ന് ഫ്രഷ് ക്രീം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് മെൽറ്റായി. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ലെയർ കിട്ടി. ഞാൻ പിന്നെ അത് ഇച്ചിരി നേരം ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ഈ പരുവത്തിലാണ് എനിക്ക് കിട്ടിയത്. സക്സസ് അല്ലായിരുന്നു, ഫ്ലോപ്പായിരുന്നു. നമ്മൾ സാധാരണ കാണുന്ന പോലെ എനിക്ക് കിട്ടിയില്ല. പക്ഷേ എങ്കിലും നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി പാലും കൂടെ ഒഴിച്ചു. പക്ഷേ അതിനകത്തോട്ടൊന്നും പോകുന്നില്ലായിരുന്നു പാലൊന്നും. ഫ്ലോപ്പായിരുന്നു. പക്ഷേ എങ്കിലും നമുക്ക് കുഴപ്പമില്ല, നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ വേണ്ടി ഞാൻ മുന്നോട്ട് തന്നെ പോയി. അപ്പോൾ പിന്നെ അടുത്ത ലെയർ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. മറ്റേ മിൽക്കി ബാറിൻ്റെയൊക്കെ ആ ഒരു ഇത് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 10-15 മിനിറ്റ് നല്ലപോലെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ജസ്റ്റ് ഒന്ന് തണുപ്പാകാൻ വേണ്ടി. പിന്നെ അതിനുശേഷം രണ്ടാമത്തെ ലെയറായിട്ടുള്ള ഈ ഡയറി മിൽക്കും ഫ്രഷ് ക്രീമും കൂടെ ഉള്ളത് ലെയർ തന്നിട്ടിട്ടു. പിന്നെ അതിനുശേഷം നമ്മുടെ ഡയറി മിൽക്ക് മാത്രമായിട്ട് ഇച്ചിരി മെൽറ്റ് ചെയ്ത് മണ്ടയ്ക്കോട്ട് ഒരു ഭംഗിക്ക് വേണ്ടി വീണ്ടും അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഒഴിച്ചു. പിന്നെ ഏറ്റവും ലാസ്റ്റിൽ നമ്മുടെ ബൂസ്റ്റും കൂടെ അതിൻ്റെ മണ്ടയ്ക്കോട്ട് മണ്ടയ്ക്കോട്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ ഇട്ടു. അപ്പം നമ്മുടെ ഡ്രീം കേക്ക് ഇവിടെ റെഡിയായി. ഫ്ലോപ്പായിരുന്നു. യൂട്യൂബിലേക്ക് കാണുന്ന പോലെ ഒന്നും ശരിയായില്ല ഗൈസ്. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, നമുക്കത് നഷ്ടപ്പെടുത്തി കളയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സർപ്രൈസ് ആയിപ്പോയി. ഞാൻ പറഞ്ഞു ഇതുപോലെ ഡ്രീം കേക്ക് വെച്ച് ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രീം കേക്ക്. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾ എന്നെയാണ് വിളിക്കുക, അമ്മയും കൂടെ വന്നിട്ട് ഒരുമിച്ച് നമുക്ക് കേക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ കേക്ക് രണ്ടുപേരും കൂടെ മുറിച്ച് വായി വെച്ചായിരുന്നു. ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തു. കുഞ്ഞുങ്ങളെ എനിക്ക് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടിയിട്ടുണ്ടായിരുന്നു. നല്ല കേക്കാണെന്നൊക്കെ പറഞ്ഞു. ഗൈസ്, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ. ഫുള്ളും തീർത്തു. കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും വളരെ ഇഷ്ടപ്പെട്ടു. പാലും ബിസ്ക്കറ്റും ഡയറി മിൽക്കൊക്കെ അല്ലേ, അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.